നമസ്കാരം. കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത ഷംജിത എന്ന യുവതിയുടെ അറസ്റ്റ് വെറുമൊരു ക്രിമിനൽ കേസിന്റെ അന്ത്യമല്ല, മറിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിലെ ചില വലിയ ചോദ്യങ്ങളുടെ തുടക്കമാണ്. വടകരയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷംജിതയെ പോലീസ് പിടികൂടുമ്പോൾ അത് നിയമത്തിന്റെ വിജയമാണ്. എന്നാൽ ഈ കേസിന് പിന്നാലെ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ ഉയർത്തുന്ന പുരുഷ കമ്മീഷൻ എന്ന ആവശ്യം എത്രത്തോളം പ്രസക്തമാണ്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ പുരുഷന്മാർക്കും ഒരു സുരക്ഷാ കവചം വേണമെന്ന് ഇന്ന് സമൂഹം ചിന്തിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ദിവസങ്ങളോളം പോലീസിനെ വെട്ടിച്ചു നടന്ന ഷംജിത ഒടുവിൽ കുടുങ്ങിയത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ്. കറുത്ത പർദ്ദയും മാസ്കും ധരിച്ച് തിരിച്ചറിയാതിരിക്കുവാൻ ശ്രമിച്ചെങ്കിലും നിയമത്തിന്റെ കൈകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായില്ല. ദീപകിന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളിൽ നിന്ന് നീതി തേടിയുള്ള പോരാട്ടത്തിൽ ഈ അറസ്റ്റ് ഒരു നിർണായക ഘട്ടമാണ്. രാഹുൽ ഈശ്വർ ദീപകിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപയോളം കൈമാറുകയും അവർക്ക് നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്തത് ഈ പോരാട്ടത്തിന് വലിയ കരുത്ത് നൽകുന്നു. ഇവിടെയാണ് പ്രസക്തമായ ഒരു ചോദ്യം ഉയരുന്നത്. ഒരു പുരുഷൻ ഇരയാക്കപ്പെടുമ്പോൾ അവന് താങ്ങുവാൻ നിലവിൽ ശക്തമായ ഒരു ഔദ്യോഗിക സംവിധാനമുണ്ടോ? വനിതാ കമ്മീഷൻ വഴി സ്ത്രീകൾക്കായുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കായി ശക്തമായ വനിതാ കമ്മീഷനുണ്ട്. അവർ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ ചെറുതുമല്ല. സൗജന്യ നിയമസഹായം. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് കമ്മീഷൻ വഴി സൗജന്യമായി നിയമോപദേശം ലഭിക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ പരാതികൾ കേൾക്കുവാനും വേഗത്തിൽ തീർപ്പാക്കുവാനുമുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മാനസികമായ പിന്തുണ നൽകുവാൻ പ്രൊഫഷണൽ കൗൺസിലർമാരുടെ സേവനമുണ്ട്. പരാതി നൽകുന്ന നിമിഷം മുതൽ പ്രത്യേക പരിഗണനയും സുരക്ഷയും ഉറപ്പാക്കാൻ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യാവശ്യവുമാണ്. എന്നാൽ ഇതേ ആനുകൂല്യങ്ങൾ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പുരുഷന് ലഭിക്കുന്നുണ്ടോ? ഒരു പുരുഷൻ വ്യാജ ആരോപണത്തിലോ കുടുംബ വഴക്കിലോ കുടുങ്ങിയാൽ അവൻ നേരിടുന്നത് കടുത്ത വിവേചനമാണ്. കുറ്റം തെളിയുന്നതിന് മുമ്പേ തന്നെ അവൻ പ്രതിയായി മുദ്രകുത്തപ്പെടുന്നു. നിയമപരമായ അസമത്വം അത് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. ലിംഗഭേദമില്ലാത്ത നിയമങ്ങൾ ഇല്ലാത്തത് പുരുഷന്മാരെ പലപ്പോഴും നിസ്സഹായരാക്കുന്നുണ്ട്. മാനസികമായ സമ്മർദ്ദത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് പരാതിപ്പെടാൻ ഇടമില്ലാത്തത് സമൂഹം പരിഹസിക്കുമോ എന്നുള്ള ഭയം ഇതെല്ലാം പുരുഷന്മാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ആത്മഹത്യയുടെ വക്കീലെത്തിയിരിക്കുകയാണ് ഇന്ന് പുരുഷന്മാർ. ഇതിന്റെ അവസാന ഒരു ഇരയാണ് ദീപക്. ഷംജിതയുടെ കേസിൽ ദീപകിന് നേരിടേണ്ടി വന്നത് ഇത്തരം വെല്ലുവിളികളാണ്. ഇവിടെയാണ് രാഹുൽ ഈശ്വർ അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്പിന്റെയും പുരുഷ കമ്മീഷന്റെയും പ്രസക്തിയേറുന്നത്. സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ നിരപരാധികളായ പുരുഷന്മാർ വേട്ടയാടപ്പെടാതിരിക്കുവാൻ ഒരു പുരുഷ കമ്മീഷൻ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വ്യാജ കേസുകൾ പരിശോധിച്ച് നിരപരാധിത്വം തെളിയിക്കുവാൻ സഹായിക്കണം. പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും നിയമപരമായ തുല്യത ഉറപ്പാക്കുവാനും കൂടിയാണ് ഈ പുരുഷ കമ്മീഷൻ രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പുരുഷന്മാരും ആവശ്യപ്പെടുന്നത്. ദീപകിന്റെ കുടുംബത്തിന് രാഹുൽ ഈശ്വർ നൽകിയ പിന്തുണയും പുതിയ ആപ്പിന്റെ വരവ് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പുരുഷന്മാർ സംഘടിച്ചു തുടങ്ങുന്നു എന്നാണ്. നിയമം കയ്യിലെടുക്കുന്നവർ ഷംജിതയെ പോലെ എന്നായാലും പിടിക്കപ്പെടും. പക്ഷേ ആ നിയമം ഒരു ലിംഗത്തോടും വിവേചനം കാണിക്കരുത്. സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ നൽകുന്ന കരുത്ത് നീതി ആഗ്രഹിക്കുന്ന പുരുഷന്മാർക്ക് ലഭ്യമാകണം. ദീപകിന്റെ കുടുംബത്തിന് ലഭിച്ച നീതി വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ തുടക്കമാകട്ടെ. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു പുരുഷ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ അനിവാര്യമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി.